ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പത്തനംതിട്ട? പത്തനംതിട്ട ഇന്നലെ തിരുവല്ല ഗംഭീരമായല്ലോ. ഇനി ബാക്കി 4 മണ്ഡലങ്ങളിൽ ഇന്ന് നടക്കും. ഭരണകക്ഷി അനുകൂല സംഘടനയുടെ പ്രവർത്തകർ പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്യുന്നു, ഓടിച്ചിട്ടടിക്കുന്നു, ആ സ്ഥിതി ഉണ്ടാകുന്നു. ഒടുവിൽ ഗൺമാന്മാർ പോലും ഇറങ്ങി ഈ പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ വരെ ഉപയോഗിച്ചു എന്നാണ്. അതായത് കരിങ്കൊടി കാണിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിലൊന്നും ആർക്കും പ്രയാസമില്ല. ഞങ്ങളെല്ലാം കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്, കരിങ്കൊടി കാണുന്നുണ്ട്. അതല്ല പ്രശ്നം ഒന്ന്, എന്തിനാണ് ഇപ്പോൾ കരിങ്കൊടി കാണിക്കുന്നത് എന്നത്. അത് അവർക്ക് തന്നെ നിശ്ചയമില്ല. എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നത്? അങ്ങനെ ഒരു പ്രതിഷേധം തീരുമാനിച്ചിട്ടില്ല എന്ന് UDF നേതാക്കൾ പലരും ഇതിനകം പറയുകയുണ്ടായി. തീരുമാനിച്ചിട്ടില്ലെങ്കിലും നടക്കുകയാണ്. 2, കരിങ്കൊടി പ്രതിഷേധം പറഞ്ഞ് അത് പിന്നീട് അക്രമാസക്തമാവുന്നത് നമ്മൾ കണ്ടു. വാഹനത്തിന് മുമ്പിൽ ചാട്ടുന്നു, ഷൂ എറിയുന്നു. അപ്പോൾ പ്രകോപനം ബോധപൂർവം സൃഷ്ടിക്കാനാണ് ശ്രമം നടത്തുന്നത്. അങ്ങനെ പ്രകോപനം ഉണ്ടായാൽ നേരിടേണ്ടത് DYFI പ്രവർത്തകരാണ്. DYFI പ്രവർത്തകർ അല്ലല്ലോ നേരിട്ടിട്ടുള്ളത്. പ്രകോപനം ഉണ്ടായാൽ നാട്ടുകാർ നേരിടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. തുടങ്ങിയത് മുതൽ സംഘർഷം ഉണ്ടാക്കുക, ഒരു വലിയ സംഭവം ഉണ്ടാക്കുക, എന്നിട്ട് ഇത് നിർത്തിവെപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ഗൂഢാലോചന. ആ ഗൂഢാലോചന ഇത്തരത്തിൽ അതിവിദഗ്ധമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് ഇതുവരെ വിജയിക്കാതെ പോയത്. വണ്ടിക്ക് മുമ്പ് എന്തെങ്കിലും ചാടിയിട്ട് എന്തെങ്കിലും പറ്റിയത് നിങ്ങൾക്കെന്താ എന്നാണ്. നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങളെല്ലാം കാണിച്ച വീഡിയോ അല്ലേ ഇത്. അപ്പോൾ ആരുടെ അതാണ് ദുരുദ്ദേശം? പോലീസ് മർദ്ദനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന മർദ്ദനം ഇതൊക്കെയാണ്. ഇതാണ് ഏറ്റവും വലിയ മർദ്ദനം എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാം നന്നായിട്ട് കൊണ്ടിട്ടുള്ളവരാണ്. കരിങ്കൊടി കാണിച്ചതിന് നന്നായിട്ട് കൊണ്ടിട്ടുള്ളവരാണ്. നവകേരള സദസ്സിന്റെ ബസ് കടന്നു പോയ ശേഷം പിന്നാലെ വരുന്ന വാഹനത്തിൽ നിന്ന് പോലും ഇറങ്ങി സമരക്കാരുടെ നേരിടുന്നു. അതൊരു ആദ്യ സംഭവമല്ലേ? ഗൺമാന് തോക്ക് കൊടുത്തിട്ടുള്ളത് ഉമ്മ വയ്ക്കാനല്ല വെടിവെക്കാനാണ് എന്ന വലിയ ഉദ്ധരണി ഉണ്ടല്ലോ. അത് ബർണാഡ് ഷായുടെ ഉദ്ധരണിയല്ല, KPCC പ്രസിഡന്റ് സുധാകരൻ്റെ ഉദ്ധരണിയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ പ്രതിപക്ഷ സംഘടനകളല്ല ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിന് തടയിടുന്നത് സാമാന്യ ജനങ്ങളാണ് എന്നുള്ള വിശദീകരണമാണ് MP രാജേഷിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഗൺമാന്മാർ പ്രതിഷേധക്കാരെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് മുൻപ് പറഞ്ഞ ഒരു ഉദ്ധരണി കൂടി അദ്ദേഹം പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.